ഇന്നലെ നമ്മൾ കണ്ടില്ലേ 3-4 ചെറിയ പിഞ്ചോമന മക്കൾ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കളെ ഖബറിലേക്ക് മയ്യത്താക്കി ഇറക്കി വെച്ച രംഗം നമ്മൾ കണ്ടതാ. ആ കുട്ടികൾ അറിയുമായിരുന്നോ ഞങ്ങൾ ഇന്ന് മരിക്കുമെന്ന്? സ്കൂളിലേക്ക് പോകും ഉമ്മയോടും വാപ്പയോടും സലാം പറഞ്ഞ് പോയിരിക്കുന്ന മക്കൾ വൈകുന്നേരം ഉമ്മയും വാപ്പയും മക്കളെ കാത്തിരിക്ക. മക്കൾക്ക് തിന്നാനുണ്ടാക്കി വെച്ച ചോറുണ്ടാക്കും. ഞാനിങ്ങനെ ഓർത്തതാ, കുറച്ചോനെ ആ ഉമ്മ വാപ്പക്ക് എങ്ങനെയൊക്കെ വാർത്ത കേട്ടുണ്ടാകാം. ഒരു ലോറി മറിഞ്ഞിട്ട് 4 മക്കൾ മരിച്ചിട്ടുണ്ട് എന്ന് വാർത്ത കേൾക്കുമ്പോ എല്ലാ ഉമ്മാരെ കൽബിലും വരും, ഞങ്ങളെ നാട്ടിലാണല്ലോ, എന്റെ മോളതിൽ പെടാഞ്ഞാൽ മതിയായിരുന്നു പഠിച്ചോനെ എന്നായിരിക്കും എല്ലാരും ചിന്ത. ആദ്യം അങ്ങനെ ഒന്ന് ചിന്തിക്കും. പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ട് വിവരം കിട്ടാ നിങ്ങളെ മോളും അതിൽ പെട്ടിട്ടുണ്ട്. ആ ഉമ്മ ആ മക്കൾക്ക് വേണ്ടി വൈകുന്നേരം വന്നാൽ ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണം വീട്ടിന്റെ അകത്ത് പാകം ചെയ്ത് മാറ്റിവെച്ച് കാത്തിരിക്കുന്ന മാതാവിലേക്ക് കിട്ടുന്ന വാർത്ത, പൊന്നുമോടി ലോകത്തോട് വിട പറഞ്ഞു പോയി എന്നൊരു വാർത്തയാണ്. മയ്യത്തുമായി ആംബുലൻസ് വീട്ടിലേക്ക് എത്തുന്ന രംഗം, വേദനിക്കുന്ന രംഗം നമ്മൾ കണ്ടതാ. 4 പിഞ്ചോമന മക്കളെ മയ്യത്തും കഫൻ ചെയ്തുകൊണ്ട് പള്ളിപ്പറമ്പിന്റെ കബറാകുന്ന വീട്ടിലേക്ക് ഇറക്കി വെക്കുമ്പോ ഞാനിങ്ങനെ ഓർത്തുപോയി, വർഷവനെ ആ കബറിലേക്ക് ഇറക്കി വെച്ച കുട്ടികളെ ശരീരത്തിലേക്ക്, പക്ഷേ കുട്ടികളുടെ കബറിന്റെ മേലെ വെച്ചിരിക്കുന്ന മൂടുകല്ലിന്റെ മുകൾ ഭാഗത്തേക്ക് 3 പിടുത്തം മണ്ണ് വാരി ഓരോരുത്തരും എറിയും. നമ്മളറിയും എത്രയെത്ര കബറും പുറത്തേക്ക് നമ്മൾ മണ്ണ് വാരിട്ടിട്ടുണ്ട്. വാരിയിടുന്ന സമയം നമ്മൾ പറയുന്നൊരു വാക്കുണ്ട്, മിൻഹാ ഖലഖനാകും, നിങ്ങളെ പടച്ചത് മണ്ണ് കൊണ്ടായിരുന്നു. നമ്മൾ ആ ഭാഗം ശ്രദ്ധിക്കാറില്ല, മണ്ണ് വാരി കബറിലേക്ക് ഇടും. എന്നാൽ ഇന്നലെ ആ പൊന്നുമക്കളെ 3-4 പെൺമക്കളെ മയ്യത്ത് കബർക്ക് ഇറക്കി വെച്ചിട്ട് ആ കബറിന്റെ മേലെ മണ്ണ് വാരിടുന്ന ബാപ്പമാരെന്താ പറഞ്ഞത്? ബാപ്പമാരെങ്ങനെയായിരിക്കും ഈ ആയത്ത് ഓതിയിട്ടുണ്ടാകുക? ബാപ്പമാരെ ഹൃദയത്തിന്റെ അകത്ത് എങ്ങനെയായിരിക്കും ഈ ആയത്തിന്റെ മനസ്സിൽ ആയത്തുകൾ ബാപ്പ എങ്ങനെയായിരിക്കും ഓതിയിട്ടുണ്ടാവുക? ഉമ്മമാരുപ്പമാരെ മറക്കല്ല, ഇങ്ങനെ ഇറക്കി വെച്ചിരിക്കുന്ന മയ്യത്തിന്റെ മുകൾ ഭാഗത്തതാ മൂടുകല്ല് വെച്ച് കബറിങ്ങനെ മൂടുന്നോ, മൂടിയിരിക്കുന്ന കബറിന്റെ മേലെ 3 പിടുത്ത മണ്ണ് വാരിയിടുമ്പോ എല്ലാവരും പറയുന്ന വാക്കെന്താണ്? മിൻആ ഖലഖനാകോ വഫീആ നുഈദുകോ വമിൻആ നുഖരിജുകും താറതൻ ഉഖറാ. പറയുന്ന വാക്ക്, മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളുമാണ് ഖബറിന്റെ മേലെ മണ്ണ് വാരിയിടുമ്പോ നമ്മൾ പറയുന്ന മിൻആ ഖലഖനാകും, നിന്നെ പടച്ചത് ഈ മണ്ണ് കൊണ്ടാകിടുമ്പോ. എന്നാൽ ഇന്നലെ മരണപ്പെട്ട പിഞ്ചോമന മക്കളെ ഖബർക്ക് ഇറക്കി വെക്കുന്ന പിതാവില്ലേ, ആ ബാപ്പയുടെ കൽബിന്റെ അകത്ത് നിന്ന് പൊട്ടിപ്പൊരയുന്ന വേദനയോട് കൂടെ മക്കളെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ചുകൊണ്ട് കബറ് മൂടുമ്പോ അവസാനത്തെ മൂടുകല്ല് വെച്ച് മൂടുന്ന സമയം അതിനുള്ള ബാബുകൾ ഭദ്രമായി പോട്ടുന്നതാ. തഖൂലു ഇസ്റാഫീൽ സൂക്ഷിക്കുന്നതാ. ഇങ്ങനെ അടച്ചടച്ച് പൂട്ടുന്നോ. എന്നിട്ട് ഈ പിതാവെന്താ പറഞ്ഞിരിക്കുന്ന വാക്കെന്താണ്? ഞാനിങ്ങനെ ഓർത്തുപോയി, മിൻആ ഖലഖനാകും, മോളെ വീട്ടിന്റെ അകത്തിന്റെ പൊന്നുമോക്ക് കിടക്കാ ബെഡില്ലാഞ്ഞിട്ടല്ല, വീട്ടിന്റെ അകത്തിന്റെ പൊന്നുമോളെ കിടത്താ റൂമില്ലാഞ്ഞിട്ടല്ല, വീട്ടിന്റെ അകത്തിന്റെ പൊന്നുമോളെ കിടത്താ സ്ഥലമില്ലാഞ്ഞിട്ടല്ല. എന്തിനാണ് ബാപ്പ ഈ പള്ളിപ്പറമ്പിന്റെ കബറാകുന്ന വീട്ടിലേക്ക് നിന്നെ കൊണ്ടുപോയേ ഇറക്കി വെക്കുന്നത്? മോളെ എന്നെ കിടത്താൻ എന്റെ വീട്ടിന്റെ അകത്ത് സ്ഥലമില്ലാഞ്ഞിട്ടല്ല. മിൻആ ഖലഖനാകോ, മോളെ നിന്നെ പടച്ചത് ഈ മണ്ണ് കൊണ്ടാകിരുന്നോ. പടച്ചത് ഈ മണ്ണ് കൊണ്ടാകിരുന്നോ. പ്രായമായി മരണപ്പെട്ട പൊന്നുമക്കളല്ല, പഠിക്കാൻ പോകിരിക്കുന്ന, രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകിരിക്കുന്ന മക്കളെ എല്ലാ ഉമ്മമാരും ചിന്തിക്കുമല്ലോ, പടച്ചവനെ എന്റെ പൊന്നുമോള് രാവിലെ വീട്ടിൽ നിന്നിറങ്ങി പോകുമ്പോ വൈകുന്നേരം വീട്ടിലേക്ക് തിരിച്ചെത്താത്ത മക്കളെ കാണുന്ന സമയത്തുള്ള ഉമ്മമാരെ ദുഃഖം എത്രയാണ്, ബാപ്പമാരെ ദുഃഖം എത്രയാ. പിന്നീട് ബാപ്പാന്റെ മുമ്പിലേക്ക് എത്തുന്ന ഉമ്മയുടെ
മുമ്പിലേക്ക് എത്തുന്ന മയ്യത്ത് എങ്ങനെയാ? കഫൻ തുണിയിൽ കെട്ടിപ്പൊതിഞ്ഞുകൊണ്ട് വേദനറ്റിരിക്കുന്ന മയ്യത്തുമാകിട്ട് വരുമ്പോ ഒരു നോട്ടം കാണാനുള്ള സമയം മാത്രമാ കൊടുക്കുന്നത്. ഒറ്റ നോട്ടം നോക്കുന്ന പിന്നെ ഇല്ല ഇല്ല ഇല്ല. മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെച്ച് കല്ല് വെച്ച് മൂടുമ്പോ സ്വന്തം മക്കളെ മയ്യത്ത് കബറിന്റെ മേലെ ബാപ്പമാര് മണ്ണ് വാരിയിടുന്ന ടൈമില് ഒരു പൊന്ന് ബാപ്പ പറയുന്ന വാക്കെന്താണ്? മിൻ ഖലഖിനാകും മോളെ, അല്ലാഹു നിന്നെ പഠിച്ചത് ഈ മണ്ണ് കൊണ്ടാകിരുന്ന മോളെ. അതുകൊണ്ടാണ് മോളെ ഈ മണ്ണിലേക്ക് നിന്നെ മടങ്ങിയെത്തിയിട്ടുള്ളത്, ഈ മണ്ണിലേക്ക് നീ മടങ്ങി തന്നിട്ടുള്ളത്. നിന്നെ പഠിച്ചത് ഈ മണ്ണ് കൊണ്ടാകിരുന്നു, അതുകൊണ്ട് തന്നെയാണ് മണ്ണിലേക്ക് നീ മടങ്ങിയെത്തിയിട്ടുള്ളത്. അതല്ലാതെ 4 മക്കളെ കിടത്താൻ അവരെ വീട്ടിന്റെ അകത്ത് സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, ആ മയ്യത്ത് കിടത്താൻ വീട്ടിന്റെ അകത്ത് റൂമില്ലാത്തത് കൊണ്ടല്ല. ഈ ശരീരത്തിൽ കിടക്കുന്ന ജീവനങ്ങ് നഷ്ടപ്പെട്ട വെറും മണ്ണാണ്, വെറും മണ്ണാ. പിന്നെ ദുനിയാവിൽ ആ മയ്യത്ത് വെക്കാ പറ്റുകയില്ല. ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, തഖോലു ഇസ്രാഫീൽ സൂക്ഷിക്കുന്നതാ. ഇറക്കി വെച്ചിരിക്കുന്ന പൊന്നുമക്കളെ മയ്യത്ത് നമ്മൾ കണ്ടവരല്ലേ, നമ്മളെല്ലാരും വേദനിച്ചവരല്ലേ, നമ്മളെല്ലാരും കരഞ്ഞവരല്ലേ, നമ്മളെല്ലാരും സങ്കടപ്പെട്ടവരല്ലേ. ഈ മയ്യത്ത് കണ്ട് നമ്മളെ കൽബൊന്ന് പൊട്ടിയതല്ലേ. എന്നാലൊന്ന് ചിന്തിക്കണ്ട മുമ്മിനെ, ഇതുപോലെ ഒരു ദിവസം എന്റെ മോളും മരിക്കുന്നതാ, ഇതുപോലെ ഒരു ദിവസം എന്റെ മോനും മരിക്കുന്നതാ, ഇതുപോലെ ഒരു ദിവസം എന്റെ പൊന്നുമക്കളോ എന്റെ പേരക്കുട്ടികളും മരിക്കുന്നതാ. ഇതുപോലെ ആംബുലൻസിൽ കയറ്റിക്കൊണ്ടൊരു ദിവസം അതാ എന്റെ മക്കളെ മയ്യത്തും വീട്ടിലേക്ക് എത്തുന്നതാ. വൽമൗതു അദീനാ മിൻ ശിറാഖി നഅലിഹി. എല്ലാരും കൊണ്ട് ഇറക്കിക്കും. നിങ്ങൾ ചിന്തിച്ചോ, ആ ഇറക്കി വെച്ച മയ്യത്ത് കബർക്ക് ഇറക്കി വെക്കുമ്പോ ഒരു 10 ദിവസത്തെ യാത്രക്ക് വേണ്ടി പൊന്നുമോള് പരീക്ഷയ്ക്ക് എറണാകുളത്തേക്ക് പോവുക, ബാംഗ്ലൂരിലേക്ക് പോവുക, ബോംബെയിലേക്ക് പോവുകയാണെങ്കിൽ ഉമ്മമാര് 10 ദിവസത്തെ യാത്രക്ക് എന്തെല്ലാം കൊടുത്തേക്കും മക്കളെ. അച്ചാറത, ഭക്ഷണത, പിന്നെ ഈ സാധനം, ഓരോ സാധന ഐറ്റംസുകൾ, ഭക്ഷണങ്ങൾ പാകം ചെയ്ത് മക്കളുടെ ബാഗിൽ ഇങ്ങനെ വെച്ചെടുക്കും. കഴിക്കണട്ടോ, തിന്നണട്ടോ, അങ്ങനെ ആക്കരുതിട്ടോ, ഇങ്ങനെ ആക്കരുതിട്ടോ എന്ന് പറഞ്ഞ് 4 ദിവസത്തിന് യാത്ര പോകുന്ന മക്കൾക്ക് വരെ വിശാലമായിരിക്കുന്ന യാത്രയപ്പ് മക്കൾക്ക് ബാപ്പമാര് കൊടുക്കുന്നുവെങ്കിൽ എന്തേ ഇന്നലെ പോയ മക്കൾക്ക് ഒരു ഫുഡും കൊടുത്തേച്ചിട്ടില്ല ബാപ്പമാര്? ആ കുട്ടികൾക്ക് ധരിക്കാൻ എത്രയെത്ര വസ്ത്രങ്ങൾ അവരെ വീട്ടിൻ്റെ അകത്തുണ്ടാകും, ഒരൊറ്റ വസ്ത്രം പോലും ആ കുട്ടികൾ കൊണ്ടുപോയില്ല, ഒന്നും കൊണ്ടുപോയില്ല, ഒന്നും കൊണ്ടുപോയില്ല. ആ മക്കളെ നേരെ കൊണ്ടുപോയി പള്ളിപ്പറമ്പിന്റെ കബറിലേക്ക് ഇറക്കി വെച്ച് മണ്ണിട്ട് മൂടി തിരിച്ചു പോരുമ്പോ വാപ്പ പറയുന്ന, മോളെ ഞാൻ പോകാണ് എന്റെ വീട്ടിലേക്ക്, അസ്സലാമു അലൈക്കും. നിങ്ങൾ ആലോചിക്കേണ്ട മുഅ്മിനീങ്ങൾ, ഇങ്ങനെ നമ്മളെ മക്കളെയും ഒരു ദിവസം കൊണ്ടുപോയി ഇറക്കിക്കുമ്പോ അവിടെ നമ്മളെ മക്കൾക്ക് എന്തെങ്കിലും വേണ്ടേ?